എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് എൻഐഎക്ക് വിട്ടു. എൻഐഎ കൊച്ചി യൂണിറ്റ് അന്വേഷിക്കും. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. UAP അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. ഷാറൂഖ് സൈഫിയെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, വിശദാംശങ്ങൾ. ആര്യ, എലത്തൂർ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രധാന ലക്ഷ്യം. സംഭവം നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എൻഐഎ അന്വേഷണം ഏറ്റെടുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് എൻഐഎ അന്വേഷണം ഏറ്റെടുക്കുന്നത്. എൻഐഎയുടെ കൊച്ചി യൂണിറ്റിനാണ് ഇതിന്റെ ചുമതല. കൊച്ചി യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഷാറൂഖ് സൈഫിയെ പ്രതിയാക്കിക്കൊണ്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UAP അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഉടൻ എൻഐഎ കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ തീവെപ്പ് ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എൻഐഎ പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നു. 2 ദിവസം മുമ്പാണ് പോലീസ് UAP വകുപ്പ് ചുമത്തിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ എൻഐഎക്ക് അന്വേഷണം വഴിമാറാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. ഏതായാലും ഡൽഹി, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൂടെ ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ഷാരൂഖ് സൈഫിയുടെ ബന്ധങ്ങളും മുൻകാല ജീവിതങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും എൻഐഎ അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് എൻഐഎക്ക് വിട്ടിരിക്കുകയാണ്. എൻഐഎ കൊച്ചി യൂണിറ്റ് അന്വേഷിക്കും. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സൈഫിയെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റും. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചില്ല. 20 വരെയാണ് പ്രതിയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 ഓപ്പൺ കോടതിയിൽ ഹാജരാക്കിയ ഷാറൂഖിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷം ആണ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ എത്തിച്ചത്. പ്രതിക്കെതിരെ UAP ചുമത്താനിടയായ സാഹചര്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ സമർപ്പിച്ചു.